students. Good morning, students. Here we are with another episode of the revision process of drug storage and business management. Today we will be focusing on the second part of the accountancy, that is books of original entry. The major books of original entry are journal, cash book, and other day books. And cash book is again subdivided into single column cash book, double column cash book or two column cash book, three column cash book and petty cash book. And we have other day books. Other day books includes purchase book, sales book, purchase returns book and sales returns book. Purchase book is used to record credit purchases. Sales book is used to record credit sales, only credit sales, not cash purchases or cash sales. But purchase returns book, it records returns of goods to suppliers. Returns of goods to suppliers. That is, imagine that we have purchased something from a supplier and due to some particular reasons we have to return the goods. What are the reasons in which we have to return goods? Mainly, as far as medical stores are concerned, maybe due to the expiry date. The date of expiry may have expired, or there may be some damages, or sometimes the goods that we received may not be as we have ordered. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതല്ലാത്ത സാധനങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സാധനങ്ങളിൽ ചിലത് ഡാമേജ്ഡ് ആണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ചെയ്യുന്നത്, പർച്ചേസിനെ തിരിച്ചയക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വി വിൽ ബി ഗിവിങ് എ ഡെബിറ്റ് നോട്ട് അലോങ് വിത്ത് ദാറ്റ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ആ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എഴുതിയിട്ട് സപ്ലയർക്ക് കൊടുക്കുന്നതാണ്. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എത്ര സാധനമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, അതിൽ ഏതൊക്കെ സാധനമാണ് ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത്, ഇതിലേതൊക്കെ സാധനങ്ങൾ ഇതോടൊപ്പം റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നോട്ട് കൂടി വെച്ച് അയക്കുന്നതിന് പറയുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. അത് പർച്ചേസ് റിട്ടേൺസിൻ്റെ കൂട്ടത്തിൽ തയ്യാറാക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ആൻഡ് സെയിൽസ് റിട്ടേൺസ് നേരെ തിരിച്ച്, നമ്മൾ വിറ്റ സാധനങ്ങൾ പല കാരണങ്ങളാൽ മേ കം ബാക്ക് ടു അവർ ഓർ ദ പർച്ചേസർ ഓർ ദ കസ്റ്റമർ മേ റിട്ടേൺ ദ ഗുഡ്സ് ദാറ്റ് വി ഹാവ് സോൾഡ് ഡ്യൂ ടു ദ എബവ് റീസൺസ്, നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ തന്നെ. അങ്ങനെ വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് സെയിൽസ് റിട്ടേൺസ്. ഈ പർച്ചേസ് റിട്ടേൺസ്, പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നതാണ്, അത് റിട്ടേൺസ്. കിട്ടുന്നത് പുറത്തോട്ട് വിട്ടതുകൊണ്ട് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്നും അതിനൊരു പേരുണ്ട്. ദർ ഇസ് അനദർ നെയിം കോൾഡ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഇസ് അതർവൈസ് കോൾഡ് റിട്ടേൺസ് ഇൻവേർഡ്സ്. നമുക്ക് കിട്ടുകയാണ് ഇൻവേർഡ്സ്, നമുക്ക് ഇങ്ങോട്ട് വരികയാണ്, അതുകൊണ്ട് റിട്ടേൺസ് ഇൻവേർഡ്സ് എന്ന പേരുമുണ്ട്. So whenever a purchase, you know that purchase is a debit item, so when purchase returns happens, purchase returns is a credit item. It should be credited and the name of the supplier should be debited. Account പറഞ്ഞാൽ suppliers account debtor to purchase returns എന്നായിരിക്കും. And whenever sales returns happens, sales was a credit item, sales returns will always be a debit item. So
sales returns must be debited and the name of the customer should be credited. സെയിൽസ് റിട്ടേൺസ് നടക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പേപ്പറുണ്ട്. അത് ആരാണോ സാധനം അയക്കുന്നത് അയാൾ നമ്മൾക്ക് തന്നുവിടുന്ന അയാൾ എന്തൊക്കെ സാധനങ്ങളാണ് തിരിച്ചയക്കുന്നത് എന്നുള്ളത് നമ്മളെ അറിയിക്കുന്ന ഒരു പേപ്പറാണ്. അതിൻ്റെ പേരാണ് ക്രെഡിറ്റ് നോട്ട്. സോ ക്രെഡിറ്റ് നോട്ട് ഇസ് എ നോട്ട് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ along with the goods returned. So these are the important things regarding purchase book and sales book. Again, keep in memory that they are used to record credit purchases and credit sales and not cash purchases or cash sales. Now we move on to the details. The journal is the prime book of original entry, the first book of original entry. First book. It provides a chronological record. Chronological means according to the date which it happens. കാലക്രമം അനുസരിച്ച് 1ാം തീയതി കഴിഞ്ഞ് 2ാം തീയതി 2ാം തീയതി കഴിഞ്ഞ് അങ്ങനെ ആ രീതിയിൽ. Of all transactions with details of accounts debited and credited and the amount of each transaction. See which are the accounts debited, which are the accounts credited and the amount of each transaction. So posting items or writing items, making entries in a journal is called journalizing. ജേണലിലെ എൻട്രീസ് എഴുതുന്നതിന് പറയുന്ന പേരാണ് journalizing. And along with that, after each journal entry, a short description of the transaction will be given, and that is called narration. That is another important thing. These are all terminologies that you have to keep in mind, because for the examination these terminologies or these questions may come, and you can write the narration starting with the word being, 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 and this is a form of a journal. Date, particulars, one debit item will be there and the credit item will be written with the word to, and after that the narration will be given, and the amount related to debit will be entered in the debit column, debit debtor amount column, and the credit amount will be entered in the credit side of the. Okay, we'll move to the second item, that is the cash book. Cash book, as all of you know, is a book for recording receipts and payments of cash only. In Malayalam we can say കാശ് ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ളത്. It's only for recording cash transactions. So it's a ledger account of cash also. As you know, cash is an asset. As I have in the earlier video also I told you, cash is an asset. So cash book always shows the debit balance. In the cash book, receipts are entered on the debit side and payments are entered on the credit side. As you see in this slide, you can see that receipts are entered on the left side and payments on the right side. The left side is called the debit side and the right side is called the credit side. You can mark DR and CR on the top also. So this is a form of the cash book. This also you can keep in mind while writing the examination. Ledger. Ledger, as I told you, cash book is a ledger. So the form of that ledger is also as the same of the cash book.
ക്യാഷ് ബുക്കിൻ്റെ അതേ ഫോം തന്നെയാണ് ഇതിനും ഉള്ളത്, ലെഡ്ജർ എന്ന് പറയുന്നതിനും. ലെഡ്ജർ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഐറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാഷിന് ഒരു അക്കൗണ്ട് എഴുതിയാൽ ലെഡ്ജർ എഴുതുന്നതിന് ക്യാഷ് ബുക്ക് എന്ന് പറയും. ഫർണിച്ചറിന് ഒരു അക്കൗണ്ട് പ്രത്യേകം ചെയ്താൽ അതിനെ ഫർണിച്ചറിൻ്റെ ലെഡ്ജർ എന്ന് പറയും. സോ ലെഡ്ജർ ഇസ് ദ മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട് because it contains the authentic and summarized record of transactions of the period. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ ഈ വർഷം നടന്ന ഫർണിച്ചറിൻ്റെ ഇടപാടുകളെല്ലാം അറിയാൻ പറ്റും. If you look into the cash book, you can see what all cash transactions happened during the year. ഒറ്റ നോട്ടത്തിലെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് അതിനെ ലെഡ്ജർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ലെഡ്ജർ? Ledger helps the management to know what is the amount due from a customer, or how much debtors does the company have, or how much creditors does the company have, or what amount is to be paid to the suppliers. So many things that can be understood from that ledger. See, transactions happens in the chronological order. കാലക്രമം അനുസരിച്ചാണ്. 1ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ 2ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ എന്നേ പറയുള്ളൂ. ദാറ്റ് വിൽ ബി എൻ്റർഡ് ഇൻ ദ ജേണൽ ആൻഡ് എ ക്രോണോളജിക്കൽ ഓർഡർ ടു. അത് അതേപോലെയാണ് ജേണലിലും ഇടപെടുന്നത്. പക്ഷേ ലെഡ്ജറിൽ അങ്ങനെയല്ല. ഒരു ഐറ്റത്തിൻ്റെ ലെഡ്ജറിൽ ആ പർട്ടിക്കുലർ ഐറ്റത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം കൂടെ ആ പേജിൽ വരുള്ളൂ. ആ ഐറ്റവുമായി റിലേറ്റ് ചെയ്ത് ആ ഒരു വർഷത്തിനിടയിൽ സംഭവിച്ച എല്ലാം ഒറ്റ പേജിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് വേരിയസ് ട്രാൻസാക്ഷൻസ് സ്പ്രെഡ് ഇൻ വേരിയസ് പേജസ് ഓഫ് ദ ജേണൽ ആർ റെക്കോർഡഡ് ഇൻ വൺ പേജ് ഓഫ് ദ ലെഡ്ജർ. ആൻഡ് അഗെയിൻ പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ ഹെൽപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. ലെഡ്ജറിൻ്റെ ബാലൻസ് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Account balance, ledger account balances forms the helps to form the trial balance. So from the trial balance we prepare the trading and profit and loss account and the balance sheet. So again, accounts can be easily identified with the help of an index. If you go to a bank and ask and tell them that your account number is this and this. Say imagine your account number is 2800. You tell the bank that my account number is 2800. They will be simply picking out a book and they will help you to do the business because it will be indexed. Index ചെയ്തിട്ടുണ്ടാവും. So the difference between journal and a ledger. That's another question that may come for the examination. Journal is a book of original entry, while ledger is a book of secondary entry. Journal is the book for chronological recording of transactions, but an analytical record, transactions related to a particular account will be recorded in a particular ledger. What I told earlier, you may remember, ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജറിൽ കാണുള്ളൂ. ക്യാഷ് ബുക്കിനകത്ത് ക്യാഷുമായി ബന്ധപ്പെട്ടതേ കാണുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നമുക്കതിനകത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ എ ജേണൽ ഇസ് ദ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ നിന്നാണ് ജേണൽ ഉണ്ടാകുന്നത്. പക്ഷേ ലെഡ്ജർ എന്ന് പറയുന്നത് അക്കൗണ്ടാണ്. ലെഡ്ജർ ഇസ് ആൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഇസ് എ ലെഡ്ജർ. ക്യാഷിൻ്റെ ലെഡ്ജറാണ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം എ ജേണൽ എൻട്രീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ ലെഡ്ജർ. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ആ ജേണൽ എൻട്രി നോക്കിയാണ് നമ്മൾ ലെഡ്ജർ തയ്യാറാക്കുന്നത്. ബട്ട് ഫ്രം എ ലെഡ്ജർ യു ക്യാൻ പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Trial balance is drawn from the account balances of ledgers, and thereafter we can prepare the trading and profit and loss account and balance sheet, which we will call the financial statements. And recording entries in the journal is called journalizing,
and recording entries in a ledger is called posting. അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In a journal, regarding the form, you know the form of the journal. Journal, the form you have familiarized earlier. There will be one date column, one particulars column, and two columns for debit amount and credit amount. But in a ledger we have two sides, debit side and credit side, where on the debit side we have date column, particulars column, and the debit amount column, and the same will happen in the credit side also. In a journal, after preparing the journalizing, we will not be or we will not tally the amounts. We will not find out the balance or something like that. That is, balancing is not done. But in a ledger, as you know, after posting all those entries, we will find the balance, and we will write balance carried down, brought down. First of all, we will write to balance brought down, and then balance carried down. So accounts are balanced. So here, in the last video we came across the double entry bookkeeping. That may be a question as a short note which you have to fetch 4 marks, where you have to write the advantages of double entry bookkeeping also. So that's why I gave it here. I forgot it in the last slide. It's a scientific method of maintaining books of account. It helps to identify and record the both two aspects of a transaction. And again, it is easy to find out which are the assets, which are the liabilities, which are the incomes, which are the expenses, purchases, sales, what comes in and what goes out, etc., etc., can be identified easily. And again, it helps to ascertain the arithmetical accuracy by means of a trial balance. If you have a double entry, you will have two entries in that debit column and credit column in the trial balance, which we will engage in the next slide. And you can find out the arithmetical accuracy by having a tally of that amount. And it's easy to find out the profit or loss account or loss, the opening stock, what are the sales and purchases of that year, the income, expense, and actually it leads to preparation of balance sheet. And again, it helps to locate any errors in the ledger. So these are some of the advantages of bookkeeping, which I have left in the previous class. See, what are the questions that may come for the examination? Exactly and surely there will be a question related to cash book. There may be a short question from cash book. Cash book, its advantages, its form, etc. can be written there. And I forgot to mention that different types of cash books, that is single column cash book, 2 column cash book, 3 column cash book, double column cash book, etc., which I have mentioned earlier. I have not given the details of that. Single column cash book is a cash book which has only one column, which will have one column, one amount column. So that's what we call single column cash book. The amount, as we have given that example or the form of the cash book I have given there, like that we will have only one amount column for a single column cash book. But in a double column cash book or a 2 column cash book, we will have 2 columns. Which are the 2 columns? One will be exactly the amount column and the other will be discount column. The 2 column cash book will have
an amount column as well as a discount column. And what is a 3-column cash book? 3-column cash book is a cash book which has cash, bank and discount columns. Cash column, discount column 2 column. Here we will add a bank column too. So in each side we will have 3 amount columns. That's why we call it 3-column cash book. And there are some advantages of 3-column cash book also, because every day the bank account can be kept very updated. The space for recording the bank account, separate bank account there's no need of preparing a separate bank account or a separate bank ledger. Transactions through the bank can be recorded in the bank column. That means if you are paying amount by check, that can be deducted directly from the bank column if you have a 3-column cash book. And thereby you will get a chance for avoiding the postings in a particular separate bank account. A separate bank account തുടങ്ങേണ്ട ആവശ്യം അല്ലെങ്കിൽ അക്കൗണ്ടിന് വേണ്ടി ഒരു ലെഡ്ജർ തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ we can mix up bank and cash items in the same cash book if it is a 3-column cash book. And along with that 3-column, you have to keep in mind a terminology called contra entry. See, contra entry is an entry that will be affecting both cash and bank. Imagine that you paid some amount into bank. So bank should be debited, bank is the receiver, bank should be debited, and cash is an asset which is going out, that goes out, so it should be credited. So we have the cash entry and a bank entry. We have to make 2 entries at the same time. In such cases we call it contra entry, contra, contra entry. So these are the notes that you can prepare while going through this particular part. What do you mean by ledger? How will you distinguish ledger from a journal? Again, a defined cash book and what are the different types of cash book. And towards the end we'll have a question to prepare the journal entry. Journalize the following transactions and prepare a cash book. Journalize and prepare a cash book. A single column is enough. Single column cash book is enough. So this is a home assignment. You can prepare it and send it to me as a photograph, or in the next class I will give you the answer. So thank you for listening to me. Have a great day and we will see you soon. Okay, thank you.